വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് ഈശോ പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ. ഇവിടെ ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറയുന്ന നാണയത്തിൻ്റെ ഒരു വശത്തിൻ്റെ മറുവശം എന്തായിരിക്കും? ദൈവം യോജിപ്പിക്കാത്തത് മനുഷ്യൻ കൂട്ടിച്ചേർക്കരുതെന്നാണ്. പല കുടുംബങ്ങൾ തകരാനുള്ള ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ദൈവം യോജിപ്പിക്കാത്തത് മനുഷ്യൻ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ മേഖലയിൽ അനേകം പേരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണുന്നതുകൊണ്ടും അത് കേൾക്കുന്നതുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. ദൈവം യോജിപ്പിക്കുന്നത് ആരെയാണ് കൂട്ടിച്ചേർത്ത് തരുന്നത്? ഉൽപ്പത്തി 2:18 വചനമുണ്ടല്ലോ, ചേർന്ന ഇണയെ ഞാൻ നൽകും. ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നുള്ള ഉൽപ്പത്തി 2:18 വചനത്തിൻ്റെ ആ നാണയത്തിൻ്റെ ഒരു വശത്തിൻ്റെ മറുവശം എന്താണ്? ചേരാത്ത ഇണയെ നീ കണ്ടുപിടിക്കാനോ തേടിപ്പോകാനോ സ്വീകരിക്കാനോ പാടില്ലെന്നാണ്. അപ്പോൾ ചേർന്ന ഇണയെ ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവം ചേർത്ത് തരുന്ന ഇണ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് ദൈവത്തെ സമീപിക്കാം. ദൈവിക സംവിധാനങ്ങളുടെ സഹായം നമുക്ക് വേണം. ദൈവം എനിക്ക് ചേർത്ത് തരുന്ന ഇണ ആരാണ്? ദൈവം നിനക്ക് ചേർത്ത് തരുന്ന ഇണ ആരാണ് എന്ന് നീ കണ്ടെത്താൻ ദൈവസഹായം തേടുമ്പോൾ ദൈവം ചില സംവിധാനങ്ങൾ ഒരുക്കി തരും. 2 ദൈവിക സംവിധാനങ്ങളാണ് അതിൻ്റെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. ഒന്ന് തിരുസഭ, മറ്റൊന്ന് കുടുംബം. തിരുസഭയാകുന്ന ദൈവിക സംവിധാനത്തിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ സഭയുടെ ആശീർവാദവും അംഗീകാരവും അനുവാദവുമുള്ള ഒരു വിവാഹ ബന്ധമാണ് ഏതൊരു യുവാവും യുവതിയും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ടത്. അത് ഇപ്പോഴത്തെ കാലത്ത് അത് ഒരു പ്രസക്തിയില്ല പലർക്കും. വളരെ നന്നായിട്ട് ജീവിച്ച് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി നേഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള സാമ്പത്തിക സഹായം പലരിൽ നിന്നും സ്വീകരിച്ചത് ഞാനും കൂടെ സഹായിച്ചു. ഞാൻ കാശൊന്നും കൊടുത്തില്ല, കാശ് കൊടുക്കാൻ പറ്റുന്നവരോട് സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠനം 4 വർഷത്തെ BSc നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി കിട്ടാൻ അവസരമില്ലാതിരിക്കെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ആ സഹോദരി ജോലിക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് ഇൻ്റർവ്യൂ പാസ്സായി വിദേശത്തേക്ക് പോകാൻ. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയ്ക്ക് പോകാനായിട്ടുള്ള പണം കൊടുക്കാൻ അത്രയും പണമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുണ്ടായിരുന്ന ആളാണ് ആ ഏജൻസിയുടെ ഉടമസ്ഥൻ എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ചാർജ് കൊടുത്താൽ മതി, എനിക്ക് തരേണ്ട ഫീസ് ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ടിക്കറ്റ് ചാർജ് മാത്രം മേടിച്ച് ഈ മകളെ വിദേശത്ത് വിട്ടു. അവൾ അവിടെ ചെന്നതിന് ശേഷം ഒരിക്കൽ മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു നന്ദി പറഞ്ഞുകൊണ്ട്. ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന ഈ മകള് പിന്നീട് ഒരിക്കലും കോണ്ടാക്റ്റൊന്നും ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ അമ്മയൊരിക്കൽ കണ്ടപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവളിപ്പോൾ ഒരു യേശുവിൽ വിശ്വസിക്കാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് അടുപ്പത്തിലാണ്. അതറിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അവളോട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. പക്ഷെ അവൾ കോണ്ടാക്ട് ചെയ്തില്ല. പിന്നീട് കേരളത്തിൽ വന്ന അവസരത്തിൽ അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഇവൾ പറഞ്ഞു, എന്താണ് ഞാൻ ഇയാളെ കല്യാണം കഴിച്ചുള്ള കുഴപ്പം? ഞാൻ പറഞ്ഞു, മാമോദിസ വഴി നീ യേശുവിൽ ആയി. 2ാമത്തെ കാര്യം, നീ സഭയിൽ അംഗമായി തീർന്നു. 3ാമത്തെ കാര്യം, സഭ അനുവദിക്കാത്ത
സഭ ആശീർവദിക്കാത്ത ഒരു കുടുംബജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ ദൈവാനുഗ്രഹം സഭയിലൂടെ കിട്ടേണ്ടത് നിനക്ക് കിട്ടില്ലെന്നുള്ളത് സത്യമാണ്. 2 കുടുംബ കൂട്ടായ്മയുണ്ട്. നിൻ്റെ കുടുംബത്തിൻ്റെ സകല സമാധാനവും ശാന്തിയെ തകർത്തുകൊണ്ട് നീ ഒരു കുടുംബം സ്ഥാപിച്ചാൽ ഈ തിരുസഭാ കൂട്ടായ്മയും കുടുംബ കൂട്ടായ്മയും ഇല്ലാത്തൊരു കുടുംബജീവിതം നീ ആരംഭിച്ചാൽ നിൻ്റെ കൂടെ ദൈവം വരില്ല. കാനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി പോയ ആ 12 പേര് തിരിച്ചു വന്ന് ജോഷുവയും കാലേബും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ആ നാടിനെക്കുറിച്ച് വളരെ തെറ്റായ വാർത്ത കൊടുത്തപ്പോൾ ജോഷുവയും കാലേബും അങ്ങനെ അല്ല, അവിടെ നമുക്ക് പോകാൻ ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവർ പശ്ചാത്തപിച്ച് ഞങ്ങളിതാ പോവുകയാണ്, അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് പോയപ്പം മോശ വഴി ദൈവം പറഞ്ഞു. മോശയാണ് അവരോട് പറയുന്നത്, പരിശുദ്ധാത്മ പ്രേരിതനായി, നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ കൂടെ ദൈവം വരില്ല. ദൈവം കൂടെ വരുന്നുണ്ടോ നമ്മുടെ ജീവിതയാത്രയിൽ? ദൈവം കൂടെ ഉണ്ടാകണം, ദൈവം കൂടെ വരണം, ദൈവം നമ്മിൽ പ്രവർത്തിക്കണം. നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഇങ്ങനെയുള്ള കല്യാണത്തിലേക്ക് പോയാൽ നിങ്ങളുടെ കൂടെ ദൈവം സഭയിലൂടെ വരില്ല. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, യുവതി, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവമാണ് എനിക്ക് ഇയാളെ കാണിച്ചു തന്നത്, ക്രിസ്ത്യാനികളെക്കാളും നല്ല ആളാണ് ഇയാൾ. അപ്പോൾ യേശുവിനെയും സഭയെയും വചനത്തെയും കുടുംബത്തെയൊക്കെ തള്ളിക്കളയാൻ അവളെ ഒരു മടിയില്ലാതായി തീർന്നു. കാരണം എന്താണ്? ദൈവം യോജിപ്പിക്കാത്തത് മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞാലുള്ള ദുരന്തം ഇതാണ്. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം യോജിപ്പിച്ചു തരണം. അതിന് ഈ 2 വിശുദ്ധ കൂട്ടായ്മ വേണം. ആ കല്യാണം നടന്നു. മിശ്രവിവാഹം എന്ന് പറയുന്ന സഭ അനുവദിക്കുന്നൊരവസ്ഥയുണ്ട്. അതൊരു കൂദാശയല്ല, അതും അറിഞ്ഞിരിക്കണം. മിശ്രവിവാഹം നടത്തുന്ന ക്രൈസ്തവ ജീവിത പങ്കാളിക്ക് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാമെന്നേ ഉള്ളൂ. ആ വിവാഹ നടന്നിരിക്കുന്ന ചടങ്ങ് ഒരു കൂദാശയല്ല, 2 പേർക്കും അല്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ആ മിശ്രവിവാഹത്തിൻ്റെ ഇതിലൂടെ അവർ ജീവിതം ആരംഭിച്ചു. അപ്പനമ്മയുടെ ചങ്ക് തകർന്നു. ഒരാങ്ങള സെമിനാരി പഠിക്കുന്നുണ്ടായിരുന്നു, അവൻ അതിന് വന്നേയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഡീക്കനായിരുന്നു ഈ ആണ്. ആ ഡീക്കൻ പൗരോഹിത്യം സ്വീകരിക്കാൻ പോലും കാത്തു നിൽക്കാത്തൊരു സഹോദരിയായിരുന്നു. ഒരു 3 പിള്ളേരുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് വലിയൊരു തിന്മയിലേക്ക് വീണ് ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ 3 കുഞ്ഞുങ്ങളുമായി ഇവൾ തിരിച്ച് നാട്ടിലെത്തി. അവൾക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ എൻ്റെ സാക്ഷ്യം എല്ലായിടത്തും പറഞ്ഞു. കാരണം ദൈവം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരിശ്രമം പൂർണ്ണമായ ദൈവകൃപയുടെ നിരസിക്കലാണ്. ചേർന്ന ഇണയെ ദൈവം തരുമെന്നാണ് പറഞ്ഞതെങ്കിൽ ദൈവം ചേർന്ന ഇണയെ ചേർത്ത് തരാൻ വേണ്ടി ദൈവിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അതിന് ദൈവിക സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസരെ ഉപയോഗിക്കണം. മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ആത്മീയ പിതാക്കന്മാർ ചേരുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് ചേർന്ന ഇണയെ, ദൈവം ചേർത്ത് തരുന്ന ഇണയെ കണ്ടെത്തേണ്ടത്. ഇതാ ഇവിടെ ഈശോ ഇന്ന് പറയുന്നു, ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്തരുത്. അതിൻ്റെ മറുവശം ദൈവം യോജിപ്പിക്കാത്ത മനുഷ്യൻ കൂട്ടിച്ചേർക്കരുതെന്നും കൂടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പക്ഷേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്കുള്ള ഒരു വലിയ സന്ദേശമാണിത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്, ദൈവം കൂട്ടിച്ചേർക്കാത്തത് മനുഷ്യൻ കൂട്ടിച്ചേർക്കരുത്. ചേർന്ന ഇണയെ ദൈവം തരും. ഒരിക്കലും നമ്മളല്ല ഇണയെ നിശ്ചയിക്കേണ്ടത്. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവരുടെ ജീവിത പങ്കാളി ആരായിരിക്കണമെന്ന് തന്നിഷ്ടപ്രകാരം തീരുമാനിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ദൈവം അനുവദിക്കുന്നുള്ളൂ. ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തൊരവസ്ഥയിൽ, ദൈവിക സംവിധാനങ്ങളെ തള്ളിക്കളയുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ സ്വീകാര്യമല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സത്യമുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രസ്താവിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് പല മാധ്യമങ്ങളെയും പല വ്യക്തികളെയും പല സംവിധാനങ്ങളും ഉപയോഗിക്കാം. പക്ഷെ ആ ദൈവിക സംവിധാനമാണോ, ദൈവം നിയോഗിച്ച വ്യക്തിയാണോ, ദൈവിക ക്രമങ്ങളാണോ എന്ന് നോക്കണമെന്ന് മാത്രം.